ഇന്നത്തെ നമ്മുടെ ഹൊറർ സ്റ്റോറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് റിയലായിട്ട് സംഭവിച്ചൊരു ഇൻസിഡൻ്റ് ആണ് ഇപ്പോഴും ആ പ്രദേശവാസികൾ മനസ്സിലാക്കുന്നത്. ആ ഫ്ലാറ്റിൻ്റെ റെസിഡൻസും അതേപോലെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരൊക്കെ മനസ്സിലാക്കുന്നത്. സംഭവം നടക്കുന്നത് എവിടെയൊന്നുമല്ല, നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ്, മുംബൈയിലാണ് സംഭവം നടക്കുന്നത്. അപ്പോൾ റീന എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുണ്ട്. അപ്പോൾ ഇതിനകത്ത് ചെറിയൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ കേൾക്കണം, എന്നാലും നമുക്ക് ഈ സ്റ്റോറി കറക്റ്റായിട്ട് കൺവേ ചെയ്യാൻ പറ്റുള്ളൂ. റീന ഒരു IT പാർക്കിൽ വർക്ക് ചെയ്യുന്ന, മുംബൈയിലെ IT പാർക്കിൽ വർക്ക് ചെയ്യുന്ന, അത്യാവശ്യം നല്ല രീതിയിൽ ശമ്പളം വാങ്ങുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. അപ്പോൾ റീന എന്ന് വെച്ചാൽ വളരെ ഗാഢമായിട്ടൊക്കെ ചിന്തിച്ച് വളരെ മെച്ചുവേർഡായിട്ടൊക്കെ ഉള്ള ഒരു സ്വഭാവമുള്ള ഒരു പെൺകുട്ടിയാണ്. അച്ഛനമ്മക്ക് ഒറ്റ മകളാണ്. അപ്പോൾ അവർ ഈ റീസെൻ്റായിട്ട് എന്താ പറയുക, മകൾക്ക് കല്യാണാലോചനയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ സൈഡിൽ കൂടി ഇങ്ങനെ ആലോചനയൊക്കെ വന്ന് പോകുന്നു. ഒന്നോ രണ്ടോ ആലോചന റീന പോയി നേരിട്ട് കണ്ട് സംസാരിക്കുന്നു. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കഥയുടെ ചെറിയൊരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകാം. റീനക്ക് ഒരു 4 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ഇവർ വേറൊരു ഫ്ലാറ്റ് ഓൾറെഡി നേരത്തെ താമസം ഉണ്ടായിരുന്നു. അവിടെ താമസിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇവർ ആദ്യമായിട്ട് ആ ഒരു ഫ്ലാറ്റിലേക്ക് പോകുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഫ്ലാറ്റല്ല, ഇതിന് മുമ്പത്തെ ഒരു ഫ്ലാറ്റിലേക്ക് ആദ്യമായിട്ട് അവർ കയറുന്നത്. അവർ ഏകദേശം 20 വർഷത്തോളം ആ ഫ്ലാറ്റിൽ താമസിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ആദ്യമായിട്ട് ആ ഒരു ഫ്ലാറ്റിലേക്ക് കയറിയപ്പോൾ അത് വളരെ ചെറിയൊരു ഫ്ലാറ്റായിരുന്നു, വലിയ സ്പേഷ്യസ് ആയിരുന്നില്ല. അപ്പോൾ റീനയുടെ അച്ഛൻ എപ്പോഴും ഒരു സർപ്രൈസ് കൊടുക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ ആ ഫ്ലാറ്റിലേക്ക് കയറിയപ്പോൾ അത് ഫുള്ളി ഫർണിഷ്ഡ് ഫ്ലാറ്റൊന്നും ആയിരുന്നില്ല, ഒരു കാര്യമായിട്ട് കിടക്കുന്ന ഫ്ലാറ്റായിരുന്നു. ആ കയറി കഴിഞ്ഞപ്പോൾ ഇവർ നോക്കിയപ്പോൾ ആകെ ഒരു ബെഡ്റൂമുണ്ട്, പിന്നെ ഒരു ഹോളുണ്ട്, കിച്ചണുണ്ട്, അങ്ങനത്തെ ചെറിയൊരു സെറ്റപ്പുള്ള ഫ്ലാറ്റാണ്. നോക്കിയപ്പോൾ റീന ബെഡ്റൂമിലേക്ക് ചെന്നപ്പോൾ അവിടെ എല്ലാം കട്ടിലോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ പറഞ്ഞു ഫുള്ളി ഫർണിഷ്ഡ് അല്ലാന്ന്. അപ്പോൾ എല്ലാം കാര്യമായിട്ട് കിടക്കുന്നു. പക്ഷേ ഒരു മൂലക്ക് മാത്രം ഒരു കുരങ്ങൻ്റെ ഒരു ഡോൾ അവിടെ ഇരിക്കുന്നുണ്ട്. ആ ഡോള് കണ്ടപ്പോൾ ഈ 4 വയസ്സുള്ള റീനക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ വേഗം തന്നെ റീന വിചാരിച്ചു അച്ഛൻ ഗിഫ്റ്റ് തന്നതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് റീന പോയിട്ട് ആ ഡോൾ എടുത്തുകൊണ്ട് വരുന്നു. ആ ഡോൾ എടുത്തുകൊണ്ട് വന്നിട്ട് അച്ഛൻ്റെ അടുത്ത് താങ്ക് യു അച്ഛാന്ന് പറഞ്ഞിട്ട് ചാടി അച്ഛൻ്റെ മേത്തേക്ക് കയറുന്നു. അപ്പോൾ അച്ഛൻ വിചാരിച്ചു എന്തിനാണോ താങ്ക് യു പറയണേ. അപ്പോൾ റീന വിചാരിച്ചത് ഈ ഡോള് അച്ഛൻ ഗിഫ്റ്റ് ചെയ്തതാണ്. കാരണം ആ ഡോള് കാണാൻ അത്രയ്ക്ക് ഭംഗിയായിരുന്നു. അതിൻ്റെ കണ്ണൊക്കെ ഭയങ്കരമായിട്ട് തിളങ്ങുന്നുണ്ടായിരുന്നു. ഭയങ്കര സന്തോഷിച്ചാണ്. ആ ഒരു കുരങ്ങൻ്റെ ഡോളായതുകൊണ്ട് തന്നെ അതിങ്ങനെ ചിരിച്ചും കളിച്ചൊക്കെ ആണ് ഇതിൻ്റെ ആ പല്ലൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ റീന അതെടുത്ത് കയ്യിൽ വെച്ചിട്ട് കളിക്കാൻ തുടങ്ങി. അപ്പോൾ അത് ഒരു ഡ്രം അതിൻ്റെ ഫ്രണ്ടിലുണ്ട്. നമ്മൾ 2 കോലിങ്ങനെ കൊട്ടിയിട്ടുള്ള ഒരു ഒരു ഡോളായിരുന്നു, ഈ കുരങ്ങൻ്റെ ഡോളായിരുന്നു ഈ റീന എടുത്തത്. അപ്പോൾ അച്ഛനൊന്നും പറയാൻ പോലെ, അച്ഛനാ ഇരിക്കട്ടെ, ഒരു ക്രെഡിറ്റ് ഇരിക്കട്ടെ എന്ന് അച്ഛനൊന്നും മിണ്ടിയില്ല. റീന അതുകൊണ്ട് കളിക്കാൻ പോയി. പക്ഷേ അന്ന് രാത്രി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് കീ കൊടുത്തു കഴിയുമ്പോഴാണ് ഈ ഡോളിങ്ങനെ ഡ്രം അടിക്കണത്. അപ്പോൾ റീന കീ കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ കീ ജാമാണ്, കീ അനങ്ങുന്നില്ല. അപ്പോൾ റീന കുറേ നേരം ഇങ്ങനെ തിരിച്ച് നോക്കി, പക്ഷെ അനക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് റീന അത് വെച്ചിട്ട് റീന വേറെ ഡോൾ എടുത്ത് കളിക്കാൻ പോയി. അങ്ങനെ അന്ന് രാത്രി ഒരു ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ നേരത്ത് അച്ഛനും അമ്മയും ഉറങ്ങി. മകളാണ് ആ ഒരു ഹോളിൽ കിടക്കുന്നത്. പെട്ടെന്ന് ഉറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഈ ഡോളിങ്ങനെ അടിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആ കുരങ്ങൻ്റെ ഡോളിങ്ങനെ ആ ഡ്രം ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് റീന ചാടിയിട്ടപ്പോൾ വീട്ടിൽ വേറൊരു സംഭവം അനങ്ങുന്നോ കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ ഈ കുരങ്ങൻ്റെ ഡ്രമ്മ് മാത്രം ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ റീനക്ക് പെട്ടെന്ന് പേടിയായിപ്പോയി. ഇനി വല്ല അതിൻ്റെ ബാക്കിൽ കീ കൊടുത്തപ്പോൾ എന്തെങ്കിലും ജാമായിരിക്കണോ, പെട്ടെന്ന് അടിച്ചായിരിക്കുമെന്ന് വിചാരിച്ച് റീന മൈൻഡ് ചെയ്യാൻ പോയില്ല. കുറച്ച് കഴിയുമ്പോൾ എന്തായാലും ഡോൾ അതിൻ്റെ പവർ തീരുമ്പോൾ തന്നെ ഓഫ് ആവുമല്ലോ എന്നോർത്ത് റീന കിടന്നുറങ്ങി. പക്ഷേ ഞെട്ടിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ തൊട്ടടുത്ത ദിവസം രാവിലെ എണീറ്റപ്പോൾ റീന കാണുന്നത് സ്വന്തം അച്ഛൻ ഹാർട്ട് അറ്റാക്കോടുകൂടി ആ ബെഡ്റൂമിൽ മരിച്ചു കിടക്കുന്നതാണ്. വേഗം തന്നെ അമ്മ അവിടെ നിന്ന് കരയുന്നു. റീനക്ക് വേറെ ആരും ഇല്ലല്ലോ നോക്കാനായിട്ട്. വേഗം തന്നെ റീന അടുത്ത് വന്ന് പറയുന്നു, മകളെ ഇത് ഇന്നലെ രാത്രി സംഭവിച്ചാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ചെറിയ കുട്ടിയായതുകൊണ്ട് കുട്ടിക്കൊന്നും മനസ്സിലാവുന്നില്ല. കുട്ടി കുറച്ച് നേരം കരയുന്നു. അതിനുശേഷം അവർ അവിടെ അച്ഛൻ്റെ ക്രിയാകർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ശേഷം ഈ അമ്മയുടെ അച്ഛൻ അവിടെ താമസിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. അപ്പോൾ മുത്തച്ഛനുണ്ട്, അമ്മയുണ്ട്, പിന്നെ റീനയുണ്ട്. ഇവർ 3 പേരാണ് പിന്നെ അവിടെ താമസം. അങ്ങനെ ഒരു വർഷങ്ങളോടെ അവിടെ താമസിക്കുന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ കുരങ്ങൻ്റെ ഡ്രമ്മിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എപ്പോഴും ആ ഡ്രം അടിക്കില്ല. പക്ഷേ ഡ്രം എപ്പോഴൊക്കെ അടിച്ചിട്ടുണ്ടോ അപ്പോൾ ഒരു മരണം അവിടെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഇവർ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം റീന വീണ്ടും പഴയതൊക്കെ മറന്നു കീ ഒന്ന് കൊടുത്തു. പക്ഷേ അപ്പോഴും കീ ആയില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഡ്രം അടിക്കാൻ തുടങ്ങി. ഇവർ സ്വാഭാവികമായിട്ട് മൈൻഡ് ചെയ്യാൻ പോയില്ല. കാരണം ഡ്രമ്മിൻ്റെ ഇതും കൊണ്ടാണ് അവിടെ മരണം സംഭവിച്ചത് എന്ന് നമുക്ക് അറിയില്ല. ഈ ഡ്രം അടിച്ചു കഴിഞ്ഞപ്പോഴേക്കും വേഗം തന്നെ അമ്മക്കൊരു ഫോൺ വരെയാണ്. അമ്മയുടെ സഹോദരി അവിടെ
വീണ്ടും അറ്റാക്ക് വന്നിട്ട് അവിടെ മരിച്ചു എന്നുള്ളൊരു ന്യൂസ് അമ്മയുടെ ചെവിയിലേക്ക് വരികയാണ്. കാരണം ഈ ഡ്രമ്മടി നിൽക്കുമ്പോഴാണ് ഈ ഒരു ന്യൂസ് വരുന്നത്. അങ്ങനെ ഈ ചെറിയൊരു സംശയം അവർക്ക്, ആ മുത്തച്ഛന് ചെറിയൊരു സംശയം തോന്നാൻ തുടങ്ങി. ഇനി ഇതിൻ്റെ പ്രശ്നം കൊണ്ടാണോ ഇവിടെ മരണം സംഭവിക്കണേ എന്ന് സംശയം വന്നു തുടങ്ങി. അപ്പോൾ ഇവർക്ക് ചെറിയൊരു ഭയം വന്നപ്പോൾ ഇവരെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുരങ്ങൻ്റെ ഡോൾ എടുത്തിട്ട് ഒരു ബോക്സിലാക്കിയിട്ട് നേരെ, അത് ഞാൻ പറഞ്ഞില്ലേ, ഒരു വലിയൊരു ബോക്സിനകത്താക്കിയിട്ട് ഇവർ ഈ വീടിൻ്റെ തട്ടിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട് ആ ബോൾ അവിടെ കൊണ്ടുപോയി, അങ്ങനെ ഡോൾ ബോക്സിനാക്കിയിട്ട് അവിടെ കൊണ്ടുപോയി വെച്ചു. വർഷങ്ങൾ കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇവർ ഈ വീട് ഭയങ്കര സ്പേസ് കുറവായതുകൊണ്ട് വീട് മാറിയാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ റീനൊക്കെ ഏകദേശം 23-24 ഇയേഴ്സായി. അങ്ങനെ ഇവർ വീട് മാറി ഇവർ അവരുടെ സാധനങ്ങളെല്ലാം എടുത്ത് കംപ്ലീറ്റ്ലി റീലൊക്കേറ്റ് ചെയ്തു. അങ്ങനെ ഇവർ കംപ്ലീറ്റ് ആയിട്ട് പുതിയ വീട്ടിലേക്ക് മാറി ഇവരുടെ സാധനങ്ങളെല്ലാം അങ്ങോട്ട് എത്തിച്ചു. ആ ബോക്സ് മാത്രം അവിടെ തന്നെ ഇരുന്നു. കാരണം അതിനകത്ത് ചെറിയ പഴയ കളിപ്പാട്ടങ്ങളല്ലേ ഓർത്ത് അവർ മൈൻഡ് ചെയ്യാൻ പോയില്ല. ബാക്കി എല്ലാ സാധനങ്ങളും ഒരു പുതിയ ഫ്ലാറ്റിലേക്ക് കൊണ്ടു. പുതിയ ഫ്ലാറ്റ് വളരെ സ്പേഷ്യസ് ആണ്. അങ്ങനെ അന്ന് രാത്രി ഇവർ ഷിഫ്റ്റ് ചെയ്യാൻ കഴിഞ്ഞ് ക്ഷീണിച്ച് റീന ബെഡ്റൂമിൽ കിടക്കുമ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഒരു കബോർഡുണ്ട്. ആ കബോർഡിനകത്ത് ഇവർ നോക്കിയപ്പോൾ ഈ ഒരു ബോക്സ് എന്ന് പറഞ്ഞാൽ ഈ കാർട്ടൺ ബോക്സ്, ഈ കുരങ്ങനെയും അതേപോലെ ഒരുപാട് ഡോൾസൊക്കെ കൂട്ടിയിട്ട് ആ ഒരു ബോക്സ് ഈ വീടിൻ്റെ മുകളിൽ വന്നിരിക്കുന്നു. അങ്ങനെ റീന ചാടി കഴിഞ്ഞിട്ട് ഈ ബോക്സ് നമ്മളവിടെ വച്ചിട്ട് പോകാനുള്ളത് അങ്ങനെ ഇവിടെ വന്നേ എന്ന് ഓർക്കണം. അപ്പോൾ റീന അന്ന് രാത്രി ആയതുകൊണ്ട് കിടന്നുറങ്ങി. അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് അമ്മയെ വിളിച്ച് ചോദിച്ചു, അമ്മ ഈ ബോക്സ് നമ്മൾ എന്തിനാണ് നിങ്ങൾ കൊണ്ടുവന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ ഞെട്ടിപ്പോയിട്ട് പറയണം, ഞാനായിട്ട് ഈ ബോക്സ് എടുത്തിട്ടില്ല, മുത്തച്ഛനും ഇവിടുന്ന് എടുക്കാൻ വഴിയില്ല, പിന്നെ എങ്ങനെയാണ് ഈ ബോക്സ് വന്നത്? അങ്ങനെ റീനക്ക് ആകെ ഇതായി. റീന പെട്ടെന്ന് ആ ബോക്സ് ചാടിയെടുത്ത് തുറന്നു നോക്കുമ്പോൾ ആ കുരങ്ങൻ അതേപോലെ തന്നെ ഇരിക്കുന്നു. സാധാരണ ഡോൾസിനൊക്കെ ചെറിയൊരു പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, കാരണം ഇത്രയും നാളും ആ ഒരു ഇതിൻ്റെ ഉള്ളിൽ ഇരുന്നതല്ലേ. പക്ഷേ ഈ കുരങ്ങിന് അങ്ങനത്തെ യാതൊരു പ്രശ്നമില്ല. കുരങ്ങ് നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കുന്നു. വേഗം തന്നെ റീന പെട്ടെന്ന് കുരങ്ങനെ എടുത്ത് നോക്കുന്നു. ചുറ്റും നോക്കുമ്പോൾ ആ കീയും അതൊക്കെ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. ഈ പ്രാവശ്യം റീന അത് കീ കൊടുക്കാനോ ഒന്നിനോ പോയില്ല, ജസ്റ്റ് അവിടെ കൊണ്ടുപോയി വെച്ചു. ഈ പ്രാവശ്യം റീന എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഡോൾ എടുത്തിട്ട് നേരെ ടേബിളിൻ്റെ മുകളിലേക്ക് വെച്ചു. എന്തായാലും നമുക്ക് ഇതിനെക്കുറിച്ച് പഠിക്കണം എന്ന് വിചാരിച്ചിട്ട് അവിടെ ഇരുന്നു. അവർ കീയോ കാര്യങ്ങളൊന്നും കൊടുക്കാൻ പോയില്ല. റീന അവിടെ വെച്ചിട്ട് അന്ന് രാത്രി കിടന്നുറങ്ങി. പക്ഷേ സംഭവിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രാവശ്യം കീയോ കാര്യമോ ഒന്നും കൊടുക്കാൻ പോയില്ല. പക്ഷേ ആ ഡോൾ തന്നെ ഡ്രംസ് കൊട്ടിക്കഴിഞ്ഞപ്പോൾ തന്നെ അടുത്ത ഫോൺ വിളി വരികയാണ്. റീനയുടെ കോളേജിലെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റീനേനെ ഈ ഡോക്ടറേറ്റ് നേടിക്കൊടുക്കാൻ സഹായിച്ച അവിടുത്തെ പ്രൊഫസർ മരിച്ചു. അത് റീനക്ക് വല്ലാത്ത ഷോക്കായിപ്പോയി. കാരണം ഒരുപാട് സഹായിച്ച ഒരു പ്രൊഫസറാണ്. ആ പ്രൊഫസറിൻ്റെ മരണവും ഈ ഒരു ഡോള് കാരണമാണെന്ന് റീനക്ക് പിന്നെ വിശ്വസിക്കേണ്ടി വരുന്നു. വേഗം തന്നെ റീന എന്ത് ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നും വിചാരിച്ചില്ല, ആ ഡോൾ എടുത്ത് നേരെ റീനക്ക് ഒരു ചെറിയൊരു സ്കൂട്ടറിൽ കയറ്റിയിട്ട് ഒരു തൊട്ടി, നമ്മുടെ ഈ വേസ്റ്റ് കിടന്ന സ്ഥലമുണ്ടല്ലോ അവിടെ കൊണ്ടുപോയിട്ട് ഈ സംഭവം വലിച്ചെറിയുന്നു. തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. വീട്ടിലേക്ക് റീന റൂമിലെത്തിയപ്പോൾ ആ റീന എത്തണേക്കാളും സ്പീഡിൽ ആ ഡോള് വീണ്ടും എവിടെ നിന്നാണോ എടുത്തത് ആ ടേബിളിൻ്റെ മുകളിൽ വീണ്ടും ആ മങ്കി അവിടെ വന്ന് ഇരിക്കുകയാണ്. അങ്ങനെ റീനക്ക് ആകെ ടെൻഷനായി. വീട്ടുകാരും പേടിച്ചു. ഇവർ വേഗം പോയിട്ട് ഒരു ക്രിസ്ത്യൻ പ്രീസ്റ്റിനെ കൊണ്ടുവന്നു, ഒരു അച്ഛനെ കൊണ്ടുവന്നു. അവിടെ എക്സോസിസം കാര്യങ്ങളൊക്കെ പുള്ളി ചെയ്യാൻ തുടങ്ങിയ പുള്ളി മനസ്സിലായി ഇവിടെ ഏതോ ഭയാനകമായിട്ടൊരു എൻറ്റിറ്റി അവിടെ താമസമുണ്ട്. ആ ഡോളിൻ്റെ ഉള്ളിൽ എന്തോ ഒരു പവറുള്ള ഒരു നെഗറ്റീവ് പവറുള്ള എൻറ്റിറ്റി അവിടെയുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നു, നിങ്ങൾ ഈ വീട് വിട്ട് പോവുക. കാരണം നിങ്ങൾ ഓൾറെഡി പഴയ വീട്ടിൽ നിങ്ങളുടെ കൂടെയുള്ള ഒരാളെ ഈ മങ്കി അവിടെ കൊന്നു കളഞ്ഞിട്ടുണ്ട്. പുതിയ വീട്ടിലേക്ക് വന്നപ്പോഴും നിങ്ങളുടെ അടുത്തുള്ള ആൾക്കാരെയൊക്കെ ഇത് കൊന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളറിയാതെ തന്നെ. അപ്പോൾ പുള്ളി ഒന്ന് എക്സോസിസം ചെയ്തിട്ട് ഇത് ഈ വീട്ടിൽ നിന്ന് വേറെ വീട്ടിലേക്ക് പോകാത്ത രീതിയിൽ ഞാൻ ആക്കിത്തരാം, പക്ഷേ നിങ്ങൾ ഈ വീട് വിട്ട് പോകണം എന്നുള്ള രീതിയിൽ ഇവരെ ഉപദേശിക്കുന്നു. അങ്ങനെ ഇവർ 3 പേരും കൂടി ആ ഫ്ലാറ്റ് വിട്ട് വേറെ ഫ്ലാറ്റിലേക്ക് പോകുന്നു. അവർ മാറിപ്പോയി, അവർ വേറെ ഫ്ലാറ്റിൽ പോയി സെറ്റിൽഡായി. 2 ദിവസം കഴിഞ്ഞിട്ടും ഈ ഒരു മങ്കി ആ ഒരു ഫ്ലാറ്റിലേക്ക് ഒരു രീതിയിലും അങ്ങോട്ട് എത്തിയിട്ടില്ല. പക്ഷേ ഇവർ പോയ ഫ്ലാറ്റിൽ ഇപ്പോൾ പുതിയൊരാൾക്കാർ വന്ന് താമസിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അവർക്കും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ചെറുതായിട്ട് നടന്നുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഹോണ്ടഡ് സ്റ്റോറീസ് ഇഷ്ടമാണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കാണാം.